സഹാബാക്കളോട് സാദൃശ്യമായിക്കൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന, അതായത് ആ സഹാബാക്കളോട് സാദൃശ്യമായിക്കൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, മൻ അറാദ യകൂന മിൻ ഖൈൽ ഉമം ഫലിയത്തി ശർത്തല്ലാഹ് അശ്ശർതു അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യി അനിൽ മുൻകർ. ആരെങ്കിലും ഉത്തമ സമുദായത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു പറഞ്ഞ ഷർത്തിനെ, നിബന്ധനയെ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അള്ളാഹു പറഞ്ഞ നിബന്ധന അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ തടയലുമാണ്. വമൻ ലം യുഅദ്ദി ശർത്തല്ലാഹ് ഫയഖുറു മിൻ മുഹീത്തി വഫീ റിവായ വഫീ ദായിറത്തി ഖൈറുൽ ഉമം. അള്ളാഹു പറഞ്ഞ നിബന്ധനയെ പൂർത്തീകരിച്ചില്ല എങ്കിൽ ഉത്തമ സമുദായം എന്നുള്ള ആ വലയത്തിൽ നിന്നും, ആ വൃത്തത്തിൽ നിന്നും പുറത്താവരായി തീരും എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരണം നൽകുന്നു. മറ്റേയായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾപ്പെട്ട ഒരു സമുദായം, നിങ്ങൾപ്പെട്ട ഒരു വിഭാഗം, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗമുള്ള ഉണ്ടായിക്കൊള്ളട്ടെ, അവർ തന്നെയാണ് ഇരുലോക വിജയികൾ. ഇവിടെ വൽതകും മിൻകും എന്നതിന് തബ്ഗീലിന്റെ, അതായത് ചിലത് എന്നർത്ഥം, ചിലർ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആശയമാണെങ്കിൽ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം അവർക്ക് മറ്റൊരു ജോലികളുമില്ല. ഇബ്രാഹിം നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ജോലിയും ഉത്തരവാദിത്വവും ദീനിന്റെ പരിശ്രമമല്ലാതെ മറ്റൊന്നില്ലാത്തതുപോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ഇതിനായി മാത്രമാണ് പ്രത്യേകമാകണം. അവർക്ക് മറ്റൊരു ജോലിയേ ഇല്ല, മറ്റൊരു ഉത്തരവാദിത്വമേ ഇല്ല. അതല്ലെങ്കിൽ ബയാന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഉമ്മത്ത് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരായി തീരണം. അങ്ങനെയാണെങ്കിൽ ഉലൈക, ആ കൂട്ടർ, ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെ തീർച്ചയായും ഈ ലോകത്തും വിജയിക്കുന്നവരായി തീരും എന്നുള്ള അർത്ഥത്തിലായി. അപ്പൊ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു പറയുന്നത്. ഇതിനില് റബ്ബുന്നാസിന്റെ കാര്യം പറഞ്ഞു, റബ്ബിന്നാസിന്റെ കാര്യം പറഞ്ഞു. നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, അന്നാസു വൽ മുറാദു ബിൻ നാസി അൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നും. മനുഷ്യരുടെയും ജിന്നുകളുടെയും പെട്ട മുഴുവൻ മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നുള്ള ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോ ഉമ്മത്തിൽ വലിയൊരു വിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ്. ഇവരുടെ ഉത്തരവാദിത്തം പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോടുള്ള കൽപ്പന വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞുകൂടണം. ജാഹിലിയ കാലഘട്ടത്തിൽ ജാഹിലിയങ്ങൾ ചെയ്തിരുന്നത് പോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലാത്ത അവസ്ഥയിൽ, അതായത് എല്ലാ സാഹചര്യത്തിലും വെളിയിലേക്ക് ഇറങ്ങി പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാകരുത്. മറിച്ച് നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ തന്നെ കഴിഞ്ഞുകൂടണം. നിർബന്ധ സാഹചര്യത്തിൽ പുരുഷന്മാരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങാമുള്ള വിശദീകരണമാണ് ഈ ആയത്തിന്റെ തഫ്സീറിലൂടെ മുഫസ്സിരീങ്ങൾ നമുക്ക് നൽകുന്നത്. അവരുടെ സ്ത്രീകൾ അവൾ വീടിന്റെ ഉള്ളിലാണ് കഴിയേണ്ടത്. പക്ഷെ ദീനിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കപ്പെടണം. ദീൻ ലോകം മുഴുവൻ ഹയാത്താകാൻ കാരണമായി തീരണം. ഒരു സ്ത്രീ നന്നായാൽ ഇത്രയും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്നാൽ നമ്മുടെ ബസീറത്തുള്ള മഹാന്മാർ പറയുന്നത് 70 ഔലിയാക്കന്മാരുടെ ദർജയോളം ഉയരാൻ സാധിക്കും.
ഒരു സ്ത്രീ നന്നായാൽ 70 ഔലിയാക്കന്മാരുടെ സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും. അഥവാ ഒരു സ്ത്രീ മോശമായാൽ 1000 ശൈത്താന്മാരെക്കാൾ മോശമായ അവസ്ഥയിലേക്കായി മാറുന്ന അവസ്ഥ ഉണ്ടായി. ഒരു പുരുഷൻ എത്ര നന്നാകാൻ വേണ്ടി പരിശ്രമിച്ചാലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയുടെ സ്ഥാനത്തല്ലാതെ മറ്റെത്താൻ സാധിക്കില്ല. ഒരു പുരുഷൻ എത്ര തന്നെ പരിശ്രമിച്ചാലും ഇബാദത്തുകളിൽ, ദഅവത്തുകളിൽ, മറ്റ് അമാലുകളിൽ എത്ര ഉയരാൻ ശ്രമിച്ചാലും ഒരു വലിയുടെ സ്ഥാനത്ത് മാത്രമേ എത്താൻ സാധിക്കൂ. ഒരു സ്ത്രീക്ക് അള്ളാഹു എത്ര വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, ഇവർ വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ 2 ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറക്കിട്ട് ഊഴമൂഴമായി ഭാര്യമാരെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്യിപ്പിക്കുമായിരുന്നു. മറ്റൊന്ന്, വീട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടിക്കൊണ്ട് ദീനിന്റെ തർബിയത്തും തസ്കിയത്തും മറ്റു കാര്യങ്ങളുമെല്ലാം നടത്തുമായിരുന്നു. ഇപ്രകാരം സ്ത്രീകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടലാണ്. അതിലുപരി യഥാർത്ഥ ഹിജാബ് എന്ന് പറയുന്നത് അജ്നബിയിൽ നിന്നും അന്യ പുരുഷന്മാരിൽ നിന്നും മറയലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദർഭത്തിൽ സഹാബാക്കളോട് ചോദിച്ചു, ഏറ്റവും നല്ല സ്ത്രീ, ഖൈറായ സ്ത്രീ ആരാണ്? പരസ്പരം സഹാബാക്കൾ നോക്കി മറുപടി ഒന്നും പറഞ്ഞില്ല. അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്ന് സ്വന്തം ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഏറ്റവും നല്ല സ്ത്രീ ഏതൊരു സ്ത്രീയാണോ അന്യപുരുഷന്മാരെ കാണാത്തത്, ഏതൊരു സ്ത്രീയാണോ അന്യപുരുഷന്മാരെ കാണാത്തത്, ഏതൊരു സ്ത്രീയെയാണോ അന്യപുരുഷന്മാർ കാണാത്തത്, അങ്ങനെയുള്ള സ്ത്രീയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, റൗഹയിലേക്ക്, അവന്റെ അനുഗ്രഹത്തിലേക്ക് ഏറ്റവും അടുത്ത സ്ത്രീ എന്നറിയിച്ചു. അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ വിഷയം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, അവൾ പറഞ്ഞതാണ് ശരി. ഏറ്റവും ഉത്തമമായ സ്ത്രീ ഏതൊരു സ്ത്രീയാണോ മറ്റുള്ള പുരുഷന്മാരെ അത് കാണാത്തത്, മറ്റുള്ള പുരുഷന്മാർ ആ സ്ത്രീ കാണാത്ത അങ്ങനെയുള്ള സ്ത്രീയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സൂക്ഷ്മതയുടെ വിഷയത്തെ കുറിച്ച് പറയുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അവരുടെ രോഗശയ്യയിൽ കിടന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ എന്റെ ജനാസ കുളിപ്പിക്കണം, ശേഷം എന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതേ നിലയിൽ വസീയത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തെ ആരെയും കാണിക്കരുത്, എന്റെ ജനാസ ആരും കാണാത്ത അവസ്ഥയിൽ രാത്രി തന്നെയാണ് കബറടക്കേണ്ടത്. മറ്റൊരു വിഷയത്തെ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെട്ടു. സ്വന്തം പിതാവിനോട്, സ്വന്തം വാപ്പായോട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വലിയ വേദനയോടുകൂടി ഒന്ന് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു വഫാത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ വഫാത്താകണമെങ്കിൽ എനിക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളുടെ ആവശ്യമുണ്ടെന്ന്, നിങ്ങൾ വേറെ വിവാഹം കഴിക്കണം. പക്ഷെ എന്റെ ഒരു വസിയത്താണ്, എന്റെ മക്കളെ യതീമീങ്ങളാണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വന്നു പോകരുത്.
ദിവസം നിങ്ങൾ എന്റെ മക്കളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടണം, ഒരു ദിവസം നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടാം. ഒരു പൊതുവായ മസാല ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വിഷയം പറഞ്ഞത്. രണ്ട് പറഞ്ഞു, എന്റെ ജനാസ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കബറടക്കേണ്ടത് രാത്രി തന്നെ കബറടക്കണം. എന്റെ ജീവിതകാലത്ത് ഞാൻ തടിച്ചവളാണോ മെലിഞ്ഞവളാണോ എന്ന് ഒരാളും കണ്ടിട്ടില്ല, നിങ്ങളല്ലാതെ, എന്റെ വാപ്പായും മഹറമീങ്ങളല്ലാതെ. അതുകൊണ്ട് എന്റെ ശരീരത്തെ മറ്റുള്ളവരെ കാണാൻ അനുവദിക്കരുത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ രാത്രി സമയത്ത് വഫാത്തായി. അലി റളിയല്ലാഹു അൻഹു വസിയത്ത് പ്രകാരം പാതിരാത്രിയായ വഫാത്തായത്. കുളിപ്പിച്ച് ജനാസ നമസ്കരിപ്പിച്ച് സഹാബാക്കൾ വിചാരിച്ചു രാത്രിയാണല്ലോ മരണപ്പെട്ടത്, രാവിലെ ആയിരിക്കും അടക്കുന്നത്. രാത്രി സമയത്ത് തന്നെ ജനാസ കൊണ്ടുപോയി ഖബറെടുത്ത് അടക്കി. ശേഷം ഖബർ ഇന്ന സ്ഥലത്താണെന്ന് അറിയാതിരിക്കുന്നതിന് വേണ്ടി മണ്ണ് സാധാരണ ഖബർ ഉയർത്തി വെക്കും, ഒരു ചാൺ പൊക്കത്തിൽ ഉയർത്തി വെക്കാറ്. അത് 2 or 3 ഭാഗമായി ഉയർത്തി വെച്ചു. ഇതിൽ ഏതാണ് ഖബറെന്ന് അറിയാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇതിൽ ഏതാണ് ഖബറെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഉയർത്തി വെച്ചു. ചിലർ പറയും ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറാണ്. അങ്ങനെയല്ല, ഖബർ തിരിച്ചറിയാതിരിക്കാൻ മതി. അപ്പൊ എത്രത്തോളം സൂക്ഷ്മത ജീവിതത്തിൽ പകർന്നു. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ രീതി എപ്രകാരം അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ ദീനിന്റെ ആവശ്യങ്ങൾ വരുമ്പോ പുറപ്പെടാൻ ആവശ്യപ്പെടുമ്പോൾ അവർ അള്ളാഹുവിന്റെ വഴി പുറപ്പെടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പുറപ്പെടണം. എപ്രകാരം മഹറമിനോടൊപ്പമുള്ള യാത്ര, ആദ്യമായുള്ള ഹിജ്റയിൽ ഹബശയിലേക്കുള്ള യാത്രയിൽ എത്രത്തോളം പുരുഷന്മാരായ സഹാബാക്കൾ അള്ളാഹുവിന്റെ വഴി പുറപ്പെട്ടു, അതേ നിലയിൽ മനുഷ്യരും ജിന്നുകളെല്ലാം ചേർന്ന് ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ലോകത്തുള്ള മുഴുവൻ ദുനിയാവും ഹലാലായ നിലയിൽ കൊടുത്തു. അത് ഖൈറാത്തിന്റെ വഴികളിൽ, മദ്രസകൾ കെട്ടാൻ, ഖാൻഗാഹിന് വേണ്ടി, വിധവ സംരക്ഷണത്തിന് വേണ്ടി, ദീനിനെ പരിപാലിക്കുന്നതിന് വേണ്ടി, ഇതിനെല്ലാം അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നേരത്തെ പറഞ്ഞ ആ സിഫത്തിൽ ഹലാലായ സമ്പാദ്യം കയ്യിൽ വരികയും അതെല്ലാം അള്ളാഹുവിന്റെ വഴി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും പകലെല്ലാം നോമ്പുകാരനായി കഴിഞ്ഞുകൂടുന്നു, രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് ഇബാദത്തിലായി കഴിച്ചു കൂട്ടുന്നു. ഈ നിലയിലുള്ള ജനങ്ങളെ കൊണ്ട് ലോകം ദുനിയാവ് മുഴുവൻ നിറഞ്ഞാലും അതിനേക്കാൾ ഖൈറായതാണ് അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടുക എന്നുള്ളത്, ഖുറൂജ് എന്നുള്ളത്. കാരണം അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടുക എന്നുള്ളത് അള്ളാഹിന്റെ ഹുക്കുമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമസ്കാരം അള്ളാഹുവിന്റെ കൽപ്പനയാണ്, സക്കാത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പ്രകാരം 36,000 രൂപ ഏകദേശം വരുമാനമുണ്ട്, അല്ലെങ്കിൽ 10.5 പവന്റെ സ്വർണം കയ്യിലുണ്ട്, അതിന്റെ 2.5 അല്ലെങ്കിൽ കച്ചവട വസ്തുക്കൾ 36,000 രൂപയുടെ ഉള്ളിലുള്ള വസ്തുക്കളുണ്ട്, വർഷം തികയാണ്, മധ്യമായ നിലയുടെ ചെലവ് കഴിഞ്ഞിട്ട് ഈ നിലയിലുള്ള തുകകളുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്, ഫർളാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇതേ നിലയിൽ റമദാൻ നോമ്പ് അനുഷ്ഠിക്കൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഹജ്ജ് ചെയ്യൽ സാധിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ഹജ്ജ് ചെയ്യൽ ഫർളാണ്. ഇതേ നിലയിലുള്ള അള്ളാഹുവിന്റെ ഒരു ഹുക്മാണ്, അള്ളാഹുവിന്റെ വിധിയാണ്, കൽപ്പനയാണ് അള്ളാഹുവിന്റെ വഴി പുറപ്പെടുക എന്നത്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തമായി പുറപ്പെടാൻ സാധിക്കില്ല. അവിടെ മഹറമിനോടൊപ്പം, സ്വന്തം പാപ്പായോടൊപ്പം ഉപ്പായോടൊപ്പം പുറപ്പെടാം, സ്വന്തം മുതിർന്ന പ്രായപൂർത്തിയെത്തിയ സ്വന്തം സഹോദരനോടൊപ്പം പുറപ്പെടാം, ഓൺ ബ്രദറിനോടൊപ്പം പുറപ്പെടാം, അതല്ലെങ്കിൽ സ്വന്തം മുതിർന്ന മകനോടൊപ്പം പുറപ്പെടാം, സ്വന്തം വാപ്പായുടെ സഹോദരൻ, കൊച്ചപ്പ, മൂത്തപ്പ, ഇവരെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടാം. ഈ നിലയിൽ അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ട് സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വീട്ടിൽ ആമാലുകളിലായി കഴിഞ്ഞുകൂടും. പുരുഷന്മാർ അവർ മസ്ജിദിൽ കഴിഞ്ഞുകൂടി മറ്റുള്ള പ്രദേശത്തുള്ള ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇതിന്റെ വിഷമങ്ങൾ ചെയ്യും. എന്തിനാണ് അള്ളാഹുവിന്റെ വഴി നമ്മൾ പുറപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തെ നന്നാക്കാനും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ നന്നാക്കാനും വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ വഴിയുള്ള ഓരോ ആമാലുകൾക്കും
അജ്റൻ അദീമ, കണക്കില്ലാത്ത നന്മകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ദീനിന്റെ പ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റെല്ലാം അധികം വീടുകളിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിയത്. എന്നിട്ട് ലോകത്തിന്റെ ഹിദായത്തിന്റെ ഫിക്കിലായി കഴിഞ്ഞുകൂടി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, സ്ത്രീകൾ അവരുടെ വീടുകളിൽ അള്ളാഹുവിന്റെ കലാമ് പാരായണം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പാരായണം ചെയ്യുകയാണ്. അടുക്കളയിൽ നിന്നും അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്നും ഒരു സ്ഥലം നിശ്ചയിക്കപ്പെട്ടു, മസ്ജിദായി നമസ്കാര സ്ഥലമായി നിശ്ചയിക്കപ്പെട്ടു, ആ സ്ഥലത്ത് വന്ന് താലി നടത്തുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മഹറമീങ്ങളെ കൂട്ടി. പക്ഷെ ഈ താലി നടക്കുന്ന സമയത്ത് ഒരു റൂമിൽ നിന്നും ഈ താലി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന നിയത്ത് തന്നെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരാശിയുടെ ഹിദായത്തിന്റെ നിയത്തിലാണെങ്കിൽ, ലൂത്ത് അറിയാമെന്ന ഹിദായത്തിന് തീരുമാനിച്ചു ഹിദായത്തിലേക്ക് വരുന്നു. ഈ താലീമിൽ ഈ അമലിലേക്ക് വരുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകും. ഇതിൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, ഇവർ അള്ളാഹുവിന്റെ വഴിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട സഹാബാക്കൾ അവരുടെ ഭാര്യമാരെ, മക്കളെ, പെമ്മക്കളെ കൂട്ടി അള്ളാഹുവിന്റെ വഴി യാത്ര ചെയ്തിരുന്നു. ഇതേ നിലയിൽ നമ്മളും ആഗ്രഹിക്കണം അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി. നമുക്ക് സ്വന്തമായി പുറപ്പെടാനുള്ള അനുവാദമില്ല, മറിച്ച് നമ്മുടെ ഉപ്പ ഇതേ നിലയിൽ നമ്മുടെ മഹറമീങ്ങളുമായ അള്ളാഹുവിന്റെ വഴിയിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. ലഘുവാരമായി സഞ്ചരിച്ച വഴിയാണ്. പിന്നെ അസൽ പരിശ്രമം എന്താണ്? സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി കൃത്യനിഷ്ഠയോടുകൂടി അതാത് സമയങ്ങളിലുള്ള നമസ്കാരം നിലനിർത്തരുത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അഖിംന സ്വലാത്ത വാതീന സകാത്ത, സകാത്ത് നിർവഹിക്കണം. നമ്മൾ സാധാരണ കരുതും എന്റെ ഭർത്താവിന്റെ കടമയാണ്, അല്ലെങ്കിൽ ഉപ്പായുടെ കടമയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റാരെങ്കിലും കടമയാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് സ്വർണം 10.5 പവൻ നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ അതിന്റെ സക്കാത്ത് വർഷാവർഷം അറബി കലണ്ടർ അനുസരിച്ച് കൊടുക്കൽ നമ്മുടെ മേൽ ഫർളാണ്, കടമയാണ്. പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ അനുസരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടുമ്പോ അമീറന്മാർ, മദ്രസയിൽ ഉസ്താദന്മാർ, വീട്ടിൽ സ്വന്തം ഉപ്പ, വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ, ഇവരെ അനുസരിക്കും. 5 നേരം ഫർദ് നമസ്കാരം നിർവഹിച്ചു, റമദാൻ നോമ്പനുഷ്ഠിച്ചു, ഭർത്താക്കന്മാരെ അനുസരിച്ചു. ഈ അവസ്ഥയിൽ അവർ സ്വർഗത്തിൽ കിടക്കുന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഇതേ വീട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹം കഴിയുന്നതിന് മുമ്പാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചു, റസൂലിനെ അനുസരിച്ചു, കൈകാര്യകർത്താക്കളെ ഉപ്പായെ അനുസരിച്ചു. ദീനിന്റെ വിഷയങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മാറ്റമായുള്ള വിഷയങ്ങളിൽ ഒരു മഖ്ലൂക്കിനെയും അനുസരിക്കേണ്ട എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തികളെയും അനുസരിക്കേണ്ടതില്ല, ഒരു മഖ്ലൂക്കിനെയും, ഒരു സൃഷ്ടികളെയും അനുസരിക്കേണ്ടതില്ല എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, മാതാപിതാക്കളെ എത്രത്തോളം അവർ മുശ്രിക്കാണെങ്കിലും അവരെ അനുസരിക്കണം, അവർക്ക് ഇഹ്സാൻ ഉപകാരങ്ങൾ ചെയ്യണം, അവരോട് മാന്യമായ നിലയിൽ പെരുമാറണം. പക്ഷേ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും അനുസരിക്കരുത്. ശിർക്ക് തനി അപരാധമാണ്, ഒരിക്കലും അതിനനുസരിക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പൊ ഈ നിലയിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ഈ നിലയിൽ വീട്ടിൽ കഴിഞ്ഞുകൂടും. പിന്നെയോ അള്ളാഹു പറഞ്ഞ ഒരു കൽപ്പനയാണ്, നിങ്ങളുടെ വീടുകളിൽ സ്ത്രീലിംഗ പദം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹുവിന്റെ ആയാത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിക്മത്തുകൾ, ഹദീസുകൾ നിങ്ങൾ പാരായണം ചെയ്യണം. അതായത് എപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ അവസ്ഥയെക്കുറിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ ഒരു ചന്ദ്രദർശനം കണ്ടു,
വീണ്ടും ഒരു ചന്ദ്രദർശനം കണ്ടു, വീണ്ടും ഒരു ചന്ദ്രദർശനം കണ്ടു. ഇതേ നിലയിൽ 3 പിറ ചന്ദ്രപ്പിറവികൾ കഴിഞ്ഞു കിടക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടുകളിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ടാവില്ല. അതായത് ഏകദേശം 2 മാസക്കാലം വീടുകൾ അടുപ്പ് കത്തിച്ചില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ടു വരുന്ന മുഹാജിറാത്തുകളായ സ്ത്രീകൾ, അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കൽ, അവർക്ക് അള്ളാഹുമായി അടുപ്പിക്കൽ, ഈ നിലയിലുള്ള പരിശ്രമമായ മുഴുകുന്നതിന്റെ പേരിൽ അവർ വീട് അടുപ്പ് കത്തിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിൽ ചില മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത് ഈ നിലയിലാണ്. അതായത് വീട്ടിൽ തസ്കിയത്തിന്റെയും തർബിയത്തിന്റെയും അമാലുകൾ മുഴുകി മറ്റൊരു അമലിന് സമയമില്ലാത്ത സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഈത്തപ്പഴവും വെള്ളവും കഴിച്ച് കഴിഞ്ഞുകൂടി ആ ത്യാഗത്തോടുകൂടി വീട്ടിലേക്ക് വരുന്ന മുഹാജറാത്തുകളായ പല രാജ്യങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് വേണ്ടി അവിടെ തസ്കിയത്തിനും തർബിയത്തിനും വേണ്ടിയുള്ള തഅലീമിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായി മൊഴി കഴിഞ്ഞുകൂടുമായി. മറ്റു ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയായി, പട്ടിണിയിലായി, ആ നിലയിലും വീട്ടിൽ അടുപ്പ് കത്തിക്കാത്ത അവസ്ഥയായിരുന്നു. ഈ 2 സന്ദർഭങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, വീട്ടിലേക്ക് വരുന്നവരുടെ ദീനിയായ തർബിയത്തും തസ്കിയത്തിനും വേണ്ടി സമയങ്ങൾ വിനിയോഗിച്ചു, ഉമ്മത്തിന്റെ ഹിദായത്തിന്റെ ഫിക്റിലായി കഴിഞ്ഞുകൂടി. ഇപ്രകാരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന്റെ തുടക്കത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ എല്ലാ നിലയിലും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു. വീട്, ചന്ദനത്തടിയിലുള്ള വീട്, മുത്തുകൾ നിറച്ച വീട്, എല്ലാ നിലയിലും അലങ്കാരങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നവർ അവസാന വഫാത്തിന്റെ സന്ദർഭത്തിൽ 70 പരം കഷ്ണങ്ങൾ അല്ലെങ്കിൽ ധാരാളം കഷ്ണങ്ങൾ വെച്ച് ഒടുക്കപ്പെട്ട വസ്ത്രം ധരിച്ച അവസ്ഥയിലാണ് അവരുടെ വഫാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. നാളെ സ്വർഗവാസികളുടെ രാജ്ഞികളിൽപ്പെട്ടതായിട്ട് അറിയിച്ചു, സ്വർഗീയ സ്ത്രീയായിട്ട് അറിയിച്ചു. എന്റെ സഹധർമ്മിണി മറിയമിനെ കാണുമ്പോൾ സലാം അറിയിക്കണമെന്ന് അറിയിച്ചു വിട്ടു. ഈ അവസ്ഥയിൽ ഉയർന്ന ദർജയിലേക്ക് അള്ളാഹു ആക്കി മാറ്റി. അപ്പൊ ഈ നിലയിൽ വീടിന്റെ അവസ്ഥ എല്ലാ സമയത്തും ഏതവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോടടുത്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗത്തിന്റെ പേരിൽ പല നിലയിൽ വരാത്ത അവസ്ഥയായി. ഈ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഇപ്രകാരം വലിയ അസ്വസ്ഥരായ നിലയിൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ വീട്ടിൽ താലി നടക്കാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നില്ല, ദീനിന്റെ കാര്യങ്ങൾ കിട്ടുന്നില്ല. ഞാൻ തലയിൽ പട്ട വെച്ച് കെട്ടി, അതായത് തുണി വെച്ച് ബന്ധിച്ച് കെട്ടി എങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ എന്താ നിനക്ക് പറ്റിയത്? അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് വയ്യ, അതായത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം താലീമില്ലാത്തതിന്റെ പേരിൽ, വീട്ടിന്റെ താലീമില്ലാത്തതിന്റെ പേരിൽ സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ വീട്ടിൽ താലീം നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതായത് ഒരുമിച്ച് ഇജ്തിമാഇ നിലയിൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഓടി, ഉപ്പ ഉമ്മ, വിവാഹിതരാണെങ്കിൽ ഭർത്താവ്, പിന്നെ സ്വന്തം മക്കൾ, മഹറമീങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരേ നിലയിലിരുന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ കലാമിന്റെ അർത്ഥങ്ങൾ വായിക്കുന്നു. അതിനു മുമ്പ് നമ്മുടെ മഹാന്മാർ ഇന്ന് നമ്മളോട് പറയുന്ന മേലൊരു കാര്യം, ഇബ്രാഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനങ്ങളിലും സഹാബാക്കളുടെ ഭവനങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേൾക്കുന്ന പരിശുദ്ധമായ ഖുർആന്റെ ഹൽക്കകൾ നടന്നിരുന്നു. ഈ നിലയിൽ നമ്മുടെ വീടുകളിൽ ഖുർആന്റെ ഹൽക്കകൾ നടക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിദായത്തിന് കാരണമായത് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ താലി നടന്നുകൊണ്ടിരിക്കുകയാണ്. വഹി അവതരിച്ച സൂറത്ത് ത്വാഹയുടെ താങ്കൾ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. ആ കടലാസിന്റെ കഷ്ണങ്ങൾ അത് കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ആ ഹിദായത്തിന് കാരണമായി. പല വ്യക്തികളുടെയും ഹിദായത്തിന് കാരണമായത്, ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഹിദായത്തിന് കാരണമായത് സ്വന്തം വീട്ടിലുള്ള സ്ത്രീയാണ്, സ്വന്തം ഭാര്യയാണ്. ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ വഴിയാണ് ഹിദായത്തിനായ കാരണമാണ്. ഭർത്താവിന് മുമ്പ് തന്നെ ഹിദായത്തിലേക്ക് വരാൻ കാരണമാണ്. ഈ നിലയിൽ നമ്മുടെ വീട്ടിന്റെ തഅലീമിൽ എത്രത്തോളം ഹിദായത്തിന്റെ അമലാണ്, നൂറാനിയത്തിന്റെ അമലാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹിന്റെ ഹുക്കുമാണ്. ഈ അള്ളാഹിന്റെ ഹുക്കുമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹിദായത്തിന്റെ, തസ്കിയത്തിന്റെ, തർബിയത്തിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം നടത്തുകയാണെങ്കിൽ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹിദായത്തിന് കാരണമാകും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കൃത്യനിഷ്ഠയോടുകൂടി ഇബാദത്തുകൾ അലസത കാണിക്കാത്ത, പിന്തിക്കാത്ത അവസ്ഥയിൽ എത്ര തിരക്കുകൾ ഉണ്ടായാലും കൃത്യനിഷ്ഠയോടുകൂടി സമയം പാലിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിന് നൽകിയ പോലുള്ള ബറക്കത്ത് അല്ലാഹു നൽകും. അതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ രാവിലെയും വൈകുന്നേരമുള്ള തിലാവത്ത് അത് നമ്മൾ പൂർത്തീകരിക്കുന്ന ശീലം. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പകലെല്ലാം ദീനിന്റെ പരിശുദ്ധമായത്തിൽ മുഴുകി ക്ഷീണിച്ച് അവശനായി വൈകുന്നേരം വരും. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. നമുക്ക് പറയാൻ പോലും യോഗ്യതയില്ല. എന്നിട്ട് പറയാൻ പരിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ച് ഓതാൻ തുടങ്ങും. എന്നിട്ട് പറയുമായിരുന്നു, ലൗ തഹറത്തു ഖുലൂബുകും മാ ശബിഅതു മിൻ കലാമില്ലാഹി അസ്സ വജല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഖുർആൻ എത്ര ഓതിയാലും മതിവരില്ലായിരുന്നു. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇതേ നിലയിൽ അധികമായി ഖുർആൻ ഓതി ഖുർആൻ പല മുസ്ഹഫുകൾ കീർത്തി പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ നിലയിൽ നമ്മുടെ പരിശുദ്ധമായ ഖുർആനിന്റെ തിലാവത്ത് ഏറ്റവും കുറഞ്ഞ ഒരു ജുസുവെങ്കിലും നമ്മളിവിടെ പാരായണം ചെയ്യാൻ വേണ്ടി പറയും. ഹാഫിളീങ്ങളാണ് 3 ജുസു ഏറ്റവും കുറഞ്ഞ ദിവസവും പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളുടെ മഹാന്മാർ പറയാറ്. അതിൽ കൂടുതലാണ് പക്ഷേ നമ്മുടെ മഹാന്മാർ അതിലധികം പാരായണം ചെയ്തു. പക്ഷേ നമ്മുടെ ഏറ്റവും കുറഞ്ഞ അല്ലാഹുമായിട്ടുള്ള പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം. ഇതേ നിലയിൽ രാവിലെയും വൈകുന്നേരമുള്ള തസ്ബീഹാത്തുകൾ നമ്മൾ പൂർത്തീകരിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ തസ്ബീഹ് നമ്മൾ പൂർത്തീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടേതായി ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം വീതം നിത്യമായി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു യഗ്ഫിറു സയ്യിആതി, ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. ഊഹിക്കാൻ പോലും ഇതെവിടെ നിന്നാണ് എന്ന് പോലും ചിന്തിക്കാത്ത നിലയിലൂടെയുള്ള ഉപജീവനത്തിന്റെ ഏർപ്പാടുകൾ അല്ലാഹു ചെയ്യും. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനം അല്ലാഹു നൽകും. മറ്റൊരു ഭാഗത്തിൽ വരുന്നുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ വചനങ്ങൾ, ഈ കലിമാത്തുകൾ അല്ലാഹുവിന്റെ അർശിന്റെ കീഴിലുള്ള ഖജനാവിൽ നിന്ന്, നിധികുംഭത്തിൽ നിന്ന് എടുക്കപ്പെട്ടുള്ളതാണ്, കൻസിൽ നിന്നും എടുക്കപ്പെട്ടുള്ളതാണ്. ഈ വചനങ്ങൾ പറയുന്ന കാരണമായി ഒരു മനുഷ്യന് സിഹർ ഏൽക്കപ്പെട്ടിരിക്കുകയാണ്, ശുദ്ധിരം കൂടോത്രം ഏൽക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലും ആ മനുഷ്യന് ഏൽക്കുകയില്ല. അതിന്റെ ഇടങ്ങേറ് ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹു അകറ്റുമെന്ന് അറിയിച്ചു. ഇതേ നിലയിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ ഏറ്റവും ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം നമ്മൾ പൂർത്തീകരിക്കണം. അതിലൂടെ ഇതേ മഹത്വം പറയുന്നുണ്ട്, പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഊഹിക്കാൻ പോലും സാധിക്കാത്തതിലുള്ള ഉപജീവനത്തിന്റെ ഏർപ്പാടുകൾ അള്ളാഹു ചെയ്യും, എല്ലാ പ്രശ്നങ്ങളും മോചനം നൽകും. മറ്റു റിവായത്തുകൾ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ ശഫാഅത്ത് നിർബന്ധമാകും. ഹൗദുൽ കൗസർ എന്നുള്ള വെള്ളം അള്ളാഹുവിന്റെ റസൂൽ ആ വ്യക്തിയെ കുടിപ്പിക്കും. മാത്രമല്ല സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കൈ പിടിച്ച് സ്വർഗത്തിൽ കടത്തും. പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം അള്ളാഹു നൽകും, സന്തോഷം നൽകും, കടങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും. ഇതിന് എന്താണ്? പക്ഷേ ഏതൊരു വ്യക്തി നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി, അതായത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തിയെ കരുതി മാത്രം എന്റെ പേര് സ്വലാത്ത് ചെല്ലുന്നോ അവൻ എന്റെ ശഫാഅത്ത് നിർബന്ധമാകുമെന്നെല്ലാം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. ഏറ്റവും കുറഞ്ഞ 100 സ്വലാത്തുകൾ പൂർത്തീകരിച്ചു. രാവിലെയും വൈകുന്നേരമുള്ള ഇസ്തിഗ്ഫാർ ഏറ്റവും കുറഞ്ഞ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, തൗബ, സ്വന്തം ജീവിതത്തിൽ വന്ന കുറവുകൾ, കുറ്റങ്ങളെ കുറിച്ച് ഓർത്ത് തൗബ ചെയ്ത് അള്ളാഹു ജീവിതത്തിൽ ഇങ്ങനെ വന്നുപോയി, ജീവിതമെല്ലാം മോശമായ അവസ്ഥയിലായിപ്പോയി, നിനക്ക് പൊരുത്തപ്പെടാത്ത അവസ്ഥയിലായിപ്പോയി, നീ എനിക്ക് മാപ്പാക്കി തരണം, എനിക്ക് മാപ്പ് ചെയ്തു തരണം, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യാണ്. തൗബത്തൻ നസൂഹ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്താണ്? മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ശരിയായ നിലയിൽ തൗബ ചെയ്ത് മടങ്ങണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലുന്നു അള്ളാഹു അറിയിക്കുന്നു. ഇസ്തിഗ്ഫാർ തൗബയിലൂടെ മത്തിഉകും മതാഅൻ ഹസന, നല്ല ആസ്വാദ്യകരമായ
സുഖഭോഗ വസ്തുക്കളെ അള്ളാഹു നൽകും. ദുനിയാവിൽ നൽകുന്ന വസ്തുക്കൾ, മക്കൾ, കുടുംബം, സമ്പത്ത്, ഇതെല്ലാം നൽകുന്നു. ഇതിനെ ഈ ദുനിയാവിന്റെ ജീവിതത്തിലും ആസ്വദിക്കാനുള്ള അവസരം നൽകും, ആഖിറത്തിലും ആസ്വദിക്കാനുള്ള അവസരം നൽകും. അള്ളാഹ് പറയാണ്, ആ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കും. പിന്നോ എന്തുക്കും അമ്മാലിൻ, സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകും, സന്താനങ്ങളിൽ അള്ളാഹു വർധനവ് നൽകും, സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകും, സന്താനങ്ങളിൽ അള്ളാഹു വർധനവ് നൽകും, കാർഷിക വിളകളെ അള്ളാഹു നൽകും. യസ്ദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ എല്ലാ നിലയിലും ആത്മീയമായ ശക്തി അള്ളാഹു നൽകും. യസ്ദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, എല്ലാ നിലയിലുള്ള ശക്തിയും ആരോഗ്യവും അള്ളാഹു വർദ്ധിപ്പിക്കാൻ അത് കാരണമായി തീരും. ഈ നിലയിൽ ഏറ്റവും കുറഞ്ഞ 100 ഇസ്തിഗ്ഫാർ നമ്മൾ ചെല്ലുന്നവരാകാം. അപ്പോ ഇബാദത്ത് കൃത്യത്തോടെ നിർവഹിച്ചു, പരിശുദ്ധമായ ഖുർആനിന്റെ തിലാവത്ത് നമ്മൾ നടത്തി, ഇതേ നിലയിൽ തസ്ബീഹാത്തുകൾ നമ്മൾ പൂർത്തീകരിച്ചു. വീട്ടു ജോലികൾ, ഖിദ്മത്തുകൾ ഒരു ജോലിക്കാരിയായി മനസ്സിലാക്കാതെ ഇന്ന് വീടുകളുടെ കാണുമ്പോ ഇതെന്താണ് എന്നെ ജോലിക്കാരിയാക്കിയോ, ഞാൻ ജോലിക്കാരിയാണോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു മാപ്പാക്കി തരട്ടെ, നമ്മുടെ വീട്ടിലെ ഖിദ്മത്തുകൾ, ജോലികൾ അത് ഒരു ജോലിക്കാരിയായി മനസ്സിലാക്കാതെ ഇതെനിക്കൊരു അള്ളാഹു നൽകിയ മഹാഭാഗ്യമാണ്. സയ്യിദുൽ അംബിയാഇ വൽ മുർസലീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ സ്വന്തം വീട്ടിൽ സ്വന്തം ഖിദ്മത്തുകൾ സ്വന്തമായി ചെയ്തിരുന്നു, കുടുംബത്തിന്റെ ഖിദ്മത്തുകൾ ചെയ്തു കൊടുത്തിരുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നാര മകൾ, മറ്റു പെമ്മക്കൾ അള്ളാഹുവിന്റെ റസൂലിനോട് ജോലിക്കാരെ ആവശ്യപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാലുകൾ പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാൽ ജോലി ചെയ്യുന്നതിന് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടത് ഖിദ്മത്തായി മനസ്സിലാക്കി ഇന്നത്തെ ഖിദ്മത്തിലൂടെ, ഞാൻ ചെയ്യുന്ന ഖിദ്മത്തിലൂടെ എന്റെ ഹിദായത്തിന്, എന്റെ കുടുംബത്തിന്റെ ഹിദായത്തിന്, ലോക ഉമ്മത്തിന്റെ ഹിദായത്തിന്, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ എന്റെ ഭർത്താവിന്റെയും മക്കളുടെയും ഹിദായത്തിന്, അങ്ങനെ അല്ലാത്തവരാണ് സ്വന്തം ഉപ്പാടിയും മറ്റ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഹിദായത്തിന് വേണ്ടി അള്ളാഹുവെ സബമാക്കണം എന്റെ ഖിദ്മത്ത് എന്നുള്ള ചിന്തയോടുകൂടി നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ചോദിച്ചുകൊണ്ട് ഖിദ്മത്തുകൾ ചെയ്യാം. ഇതിനിടയിൽ മക്കളുള്ളവരാണെങ്കിൽ മക്കളുടെ ദീനിയായ തസ്കിയത്തും തർബീയത്തിനും വേണ്ടി ആ ഉത്തരവാദിത്തം നമ്മൾ കഴിഞ്ഞുകൂടുന്നു. ഈ അവസ്ഥയിൽ കഴിഞ്ഞുകൂടി മാഷാ അല്ലാഹ് ആമാലുകൾ കഴിച്ചുകൂട്ടിയാൽ അള്ളാഹുവിന്റെ വഴിയിൽ പുരുഷന്മാർ പോയി അധ്വാനിക്കുന്ന പരിശ്രമങ്ങളുടെ പ്രതിഫലം എത്രത്തോളം 7 ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് ഓരോ ആമാലുകൾക്കും. ആ പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമായി തീരും. അതേ നിലയിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന അമലിന്റെ പ്രതിഫലം കിട്ടും, നിങ്ങൾക്ക് പ്രത്യേകമായ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് കിട്ടാൻ കാരണമായി തീരും. ഇതേ നിലയിൽ സ്വന്തം വീട്ടിലെ താലീം നടത്തുന്ന വിഷയത്തിൽ നമ്മൾ വീഴ്ച വരുത്തരുന്ന നിലയിലും ഇത് അള്ളാഹുവിന്റെ നേരത്തെ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയാണ് വീട്ടിലെ താലീം നടത്തുക എന്നുള്ളത്. എത്രത്തോളം വീട്ടിലെ താലീമിലൂടെ വീട്ടിലെ മക്കളിലും കുടുംബത്തിലും എല്ലാം എത്രത്തോളം മാറ്റമുണ്ടായിത്തീരും, എത്രത്തോളം മാറ്റമുണ്ടായിത്തീരും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഹാബാക്കൾ മദീന മുനവ്വറയിൽ എത്രത്തോളം മാറ്റമുണ്ടായിരുന്നു, ആ നിലയിലുള്ള മാറ്റങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടായിത്തീരും. മദീനയിലെ ഓരോ കുട്ടികളും സ്ത്രീകളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഉയർന്ന സ്ഥാനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന അവസ്ഥയായിരുന്നു. ജൂതന്മാർ, നസറാനികളായ സ്ത്രീകൾ, നസറാനികളായ സ്ത്രീകൾ വീട്ടിൽ വന്ന് പറയുമായിരുന്നു, നിങ്ങൾക്ക് ചെലവ് തരേണ്ട നിങ്ങളുടെ കുടുംബം നിങ്ങളെ വിട്ടിട്ട് പോയിരിക്കുകയാണല്ലോ, നിങ്ങളെ ആഹരിപ്പിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീകൾ മറുപടി പറയുമായിരുന്നു, ഞങ്ങളെ ആഹരിപ്പിക്കുന്നവരല്ല പുറപ്പെട്ടു പോയിട്ടുള്ളത്, ഞങ്ങളെ ആഹരിപ്പിക്കുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ്. ഞങ്ങൾ ആഹാരമുണ്ടാക്കി വെച്ചാൽ, ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അത് കഴിച്ചു തീർക്കുന്നവരാണ് അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ടുള്ളതെന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തി വിടുമായിരുന്നു. ആ സമയത്തും അവരുടെ യഖീനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഇട്ടിട്ട് പോയപ്പോഴും പറഞ്ഞു, എന്റെ കാര്യങ്ങൾ നടത്തുന്നത് ഏതൊരവസ്ഥയിൽ എന്റെ ഉമ്മായുടെ ഉദരത്തിൽ വെച്ച് എന്നെ സംരക്ഷിച്ചു അതേ അല്ലാഹുവാണ്. ഇനി നിങ്ങളില്ലാത്ത സന്ദർഭത്തിലും എന്നെയും എന്റെ കുഞ്ഞിനെയും പരിപാലിക്കാൻ കഴിവുള്ളവൻ വഹ്ദഹു ലാ ശരീക ലഹു ആയ അല്ലാഹുവാണ് എന്ന് ആ നിലയിൽ അവരെ പ്രേരിപ്പിച്ചു. മർക്കസിൽ വെച്ച് ഇതേ നിലയിൽ ഒരു ഗാർഗസാരി കേട്ടു. അതായത് ഒരു പ്രദേശത്ത് ഇങ്ങനെ ജമാഅത്ത്, അള്ളാഹുവിന്റെ ദീന്റെ വഴിയുള്ള ജമാഅത്തുകൾ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോ ആ നാട്ടിലെ പുരുഷന്മാർ അള്ളാഹുവിന്റെ വഴി പുറപ്പെട്ടു. ആ വീട്ടിലെ മോൻ 9-10 വയസ്സുള്ള മോൻ ഉമ്മ സാധനങ്ങളുടെ ലിസ്റ്റുമായി അയച്ചു, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി.
അവിടെ ചെന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോ പരിസരത്ത് നിന്നവരെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയുന്ന അവസ്ഥയുണ്ടായി, നിങ്ങളൊന്നും നോക്കാൻ ആരുമില്ലല്ലോ, നിന്റെ വാപ്പ എല്ലാം കളഞ്ഞിട്ട് പോയിരിക്കുകയാണല്ലോ, ഇനി ആര് ചെലവ് തരും, ആര് നോക്കൂന്നെല്ലാം പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. അപ്പൊ ഈ സന്ദർഭത്തിൽ ആ കുഞ്ഞ് തിരിച്ചു പറഞ്ഞു, ഞങ്ങളെ നോക്കുന്ന റബ്ബ് അല്ലാഹു മാത്രമാണ്, ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പൊ ആ പരിസരത്ത് നിന്നവർക്കും അത് ഒരു തിരിച്ചടിക്ക് കാരണമായി. ഈ നിലയിൽ എത്രയോ വീടുകളുടെ മാറ്റത്തിന് വീട്ടിന്റെ താലീമ് കാരണമായിട്ടുണ്ട്. എത്രയോ വീടുകളുടെ ഹിദായത്തിന് വീട്ടു താലീമുകൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മജ്‌ലിസ് നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി സമയം നിർണയിച്ചുകൊണ്ട് ഒരു വീട്ടിൽ താലീം നടത്തുകയാണ്. ഉദാഹരണപ്പെട്ട ഇശാക്ക് ശേഷം പുരുഷന്മാരെല്ലാം വരുന്ന സമയമാണ്, നമ്മുടെ മഹറമീങ്ങളെല്ലാം. ആ സമയത്ത് അൽഹംദുലില്ലാഹ് റാഹത്തായി ഒരുമിച്ചിരുന്നു, താലീം നടത്തി. കൃത്യനിഷ്ഠയോടുകൂടി സമയം നിർണയിച്ചുകൊണ്ടാണെങ്കിൽ ആ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വീട്ടിലേക്ക് ആ സമയം പ്രതീക്ഷിച്ചുകൊണ്ട് വരും. ആ കൂട്ടം കൂട്ടമായി മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിയാൽ ശൈത്താന്മാർ ആ വീട്ടിൽ നിന്ന് വിദൂരമാകും. ശൈത്താന്മാർ വിദൂരമായാലോ പരസ്പരം ഇണക്കവും ചേർച്ചയും മഹബത്തും ഉണ്ടാകാൻ കാരണമായി തീരും. വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ കാരണമായി തീരും. നമ്മുടെ വീടുകൾ സാധനം സംഭവിക്കുന്നത്, താലീം നടക്കുന്ന വീടുകളിൽ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നാൽ താലീം മാറ്റിവെക്കും. പിന്നെ വീണ്ടും ശൈത്താനിയത്ത് വർദ്ധിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ വീടുകൾ താലീം നടക്കുകയാണ്. ഈ സമയത്ത് താലീമിന്റെ അവസാനത്തിൽ മലക്ക് വിളിച്ചു പറയും, മാഹൂറല്ലക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളിൻ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മലക്കിനെ കൊണ്ട് വിളംബരം ചെയ്യിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആ നിലയിൽ പാവങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് അസുഖങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതമായ അവസ്ഥയിൽ അത് ബുദ്ധിരത്ത് സിയാത്തിക്കും ഹസനാത്ത്, നിങ്ങളുടെ തിന്മകളെല്ലാം നന്മകളായി മാറ്റിമറിക്കപ്പെട്ടു എന്ന് വിളംബരം ചെയ്യപ്പെടുന്ന അവസ്ഥയിലായിരിക്കും എണ്ണിട്ട് പോകുന്നു. അങ്ങനെയുള്ള കുടുംബം എത്രയുള്ള ഐശ്വര്യമുള്ള ബറക്കത്തുള്ള വീടായിരിക്കും. ഈ നിലയിൽ നമ്മുടെ വീടുകളിൽ താലീം മുടങ്ങാത്ത അവസ്ഥയിൽ നടക്കുന്ന അവസ്ഥ ഉണ്ടാകണം. നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ മൗത്ത് വരും. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? നമ്മുടെ താലീമിൽ ആദ്യമായ ഖുർആന്റെ ഹൽക്ക നമ്മുടെ വീട്ടിൽ നടത്തണം. അൽഹംദുലില്ലാഹ് അധികം ആൾക്കാരും ഖുർആൻ പഠിക്കുന്നവരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വീട്ടിൽ ഖുർആൻ അറിയാത്തവരുണ്ട്. പലപ്പോഴും പലരും പറയുന്നത്, നിങ്ങൾക്ക് ഖുർആൻ ഓതിയാൻ അറിയില്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, തൽക്കാലം തസ്ബീഹ് ചൊല്ലിയാൽ മതി, സ്വലാത്ത് ചൊല്ലിയാന്ന്. ഒരിക്കലും അങ്ങനെയല്ല. തസ്ബീഹ് ചൊല്ലാനുള്ള സന്ദർഭം ഖുർആൻ ശരീഫ് പഠിക്കാൻ സാധിക്കുന്നില്ല. കുറഞ്ഞ സമയത്തേക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു താൽക്കാലികമായ അവസരം, ആ സന്ദർഭത്തിൽ മാത്രമാണ് നമുക്ക് അനുവാദമുള്ളത്. ഖുർആൻ ഓതുന്നതിന് പരം ആ സമയത്ത് തസ്ബീഹ് ചൊല്ലൽ. അല്ലാത്ത സന്ദർഭത്തിൽ ഒരിക്കലും നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ വീട്ടിലെ ഖുർആന്റെ ഹൽക്കകൾ നടക്കണം. എപ്രകാരം സഹാബാക്കളുടെ വീട്ടിൽ ഖുർആന്റെ ഹൽക്ക നടന്നു മഹാന്മാർ പറയാറുണ്ട്, 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഖുർആന്റെ ഹൽക്ക നടക്കണം. ഇനി നമസ്കാരം ഇല്ലാത്ത സന്ദർഭത്തിലാണ് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് നാണക്കേടായിത്തീരും. ഈ സന്ദർഭത്തിൽ നമ്മുടെ മഹാന്മാർ പറയുന്നത്, വുളൂവിന്റെ ഫർളായ മസാലകൾ, കുളിയുടെ ഫർളുകൾ, സുന്നത്തുകൾ, ഈ വിഷയങ്ങൾ, ഇതിനെ നമസ്കാരത്തിന്റെ ഫർളുകൾ, ഇതിനെക്കുറിച്ച് മുദാക്കറ ചെയ്യണം. ഫർളുകൾ കഴിഞ്ഞാൽ വാജിബ്, സുന്നത്ത്, ഷർത്തുകൾ, ഇതിനെക്കുറിച്ചല്ല. അതിനുശേഷം പിന്നെയുള്ള സന്ദർഭങ്ങളിൽ ആ ഭക്ഷണത്തിന്റെ മര്യാദകൾ, സുന്നത്തായ നിലകൾ, ഇതിലെ വിശ്രമത്തിന്റെ ഓരോ വിഷയങ്ങളുടെയും സുന്നത്തിനെ കുറിച്ച് നമ്മൾ മുദാക്കറ ചെയ്യണം. ഇനി നമസ്കാരിക്കാൻ സാധിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ തിലാവത്ത് നടത്തണം. പിന്നെയോ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പരിശുദ്ധമായ നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമ്മൾ വായിക്കുന്നവരായി തീരണം. മൂന്നാമതായി 6 സിഫാത്തുകൾ, 6 സിഫാത്ത് നമ്മൾ പഠിച്ചിരുന്നു. ഈ 6 സിഫാത്തുകൾ നമ്മൾ മുദാക്കറ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, വയസ്സായവരെല്ലാവരെയും കൊണ്ട് നമ്മൾ മുദാക്കറ ചെയ്യണം. എത്രത്തോളം മുദാക്കറ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാന്മാർ പറയാറുണ്ട്, നല്ല പ്രായമുള്ള ഉമ്മ നമ്മുടെ വീട്ടിലുണ്ട്, ഉമ്മാടെ ഉമ്മ, ഉപ്പാടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ട്. അവരെ വിക്കിയാണ് സംസാരിക്കുന്നത്.
ആ അവസ്ഥയിൽ അവരെ കൊണ്ടും പറയിപ്പിക്കണം. കുഞ്ഞു മക്കളുണ്ട്, അവരെ കൊണ്ടും പറയിപ്പിക്കണം. ഈ സിഫാത്തുകൾ ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ ജീവിതത്തിലുണ്ടായ. മറ്റൊരു കാര്യമാണ് അള്ളാഹുന്റെ വഴിയിൽ പുറപ്പെടാൻ വേണ്ടി അൽഹംദുലില്ലാഹ് സഹാബാക്കളുടെ മക്കൾ നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അള്ളാഹുന്റെ വഴി പുറപ്പെട്ടിരുന്നു. അള്ളാഹുന്റെ വഴിയിൽ അവരുടെ ജീവിതം, സമയം, സമ്പത്തെല്ലാം അർപ്പണം ചെയ്തിരുന്നു. നമുക്കും ഇൻഷാ അല്ലാഹ് പുറപ്പെടണ്ടേ? ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് ഈ നിലയിൽ ഒരു തശ്കീല്. അതിനുശേഷം നാളെ ആരാണ് ഖുർആന്റെ ഹൽക്ക നടത്തുന്നത്? അൽഹംദുലില്ലാഹ് നമ്മൾ ഖുർആൻ പഠിച്ചവരാണ്, നമ്മൾ തന്നെ ഖുർആന്റെ ഹൽക്ക നടത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെ. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ മാറി മാറി കൊടുക്കാം. കിതാബ് താലീം വായിക്കേണ്ടത് ആരാണ്? ആ വിഷയത്തെ മശൂറ ചെയ്യാൻ. അടുത്ത ദിവസം ആ സുബത്തിന്റെ മുദാക്കർ ആര് പറയും? കുറെ ദിവസം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളാണ് പഠിച്ചിട്ടുള്ളവർ. പഠിച്ചവര് അവര് മുദാക്കറ ചെയ്യുക. അല്ലാത്ത സമയങ്ങൾ മാറി മാറി ഏൽപ്പിക്കുക. അള്ളാഹുന്റെ വഴി നേരത്തെ സഞ്ചരിച്ച് ശീലമുള്ളവര് അവരും ഇൻഷാ അല്ലാഹ് അവരെയും ഉത്തരവാദിത്തങ്ങൾ മാറി മാറി ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഇതേ നിലയിൽ ദിവസേന അമലുകൾ നമ്മുടെ വീടുകളിൽ നടക്കണം. ഇതാണ് അസൽ പരിശ്രമം. പക്ഷേ അള്ളാഹുന്റെ വഴിയിൽ അവസരം വരുമ്പോ നമ്മുടെ മഹറമനോടൊപ്പം, നമ്മുടെ സ്വന്തം ഉപ്പായോടൊപ്പം, സ്വന്തം മകനോടൊപ്പം, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ സ്വന്തം ഭർത്താവിനോടൊപ്പം അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്ത് നമ്മൾ ശീലിക്കുന്നവരാകണം. രണ്ട്, അള്ളാഹുവിന്റെ വഴിയിൽ വരുന്ന ജമാഅത്തുകൾ, അള്ളാഹുവിന്റെ വഴിയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജമാഅത്തുകൾ നാടുകളിലേക്ക് വരും. ആ ജമാഅത്തുകൾ സ്വീകരിക്കണം. നമ്മുടെ മഹാന്മാർ, ബഹുമാനപ്പെട്ട യൂസുഫ് റഹ്മത്തുള്ളാഹി പോലുള്ള മഹാന്മാർ പറയുമായിരുന്നു, ഒരു വീട്ടിൽ ജമാഅത്ത് വന്ന് നിന്നാൽ ആ വീട്ടിലെ ബാത്തിൽ ഇല്ലാതാകും. ഒരു വീട്ടിൽ, ഉദാഹരണത്തിന് ഒരു വീട്ടിലേക്ക് ജമാഅത്ത് വന്ന് വീട്ടിൽ തങ്ങുമ്പോ നമ്മുടെ ബന്ധുക്കളായ അല്ലെങ്കിൽ അയൽവാസികളായ സ്ത്രീകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. ഈ ജമാഅത്ത് നിൽക്കുന്ന വീട്ടിൽ വരും. ഇപ്പൊ 2 ദിവസം നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള 4 പ്രാവശ്യം വരലും പോകലും നടക്കും. ഇതിലൂടെ ആ വീട്ടിലെ ബാത്തിൽ ഇല്ലാതാവുകയില്ല. മറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മദീന മുനവ്വറയിൽ 100% വീടുകളിലും മുഹാജിറാത്തുകളായ സഹാബത്ത് സ്ത്രീകൾ ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്നും ഹബശയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും എല്ലാം സഞ്ചരിച്ച് മദീനയിലേക്ക് വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മശൂറ പ്രകാരം ഓരോരോ വീടുകളിൽ മാറി മാറി ഈ മസൂറാത്തിന് സ്ത്രീകളെ ഏൽപ്പിക്കുമായിരുന്നു. അവർ കുറേ ദിവസം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും, അവരെ കൂടുതൽ കൂടും, അവർക്ക് വേണ്ടിയുള്ള ഖിദ്മത്തുകൾ ചെയ്യും, അവർക്ക് ദീനിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഹയാത്ത് സഹാബ വായിക്കാനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫർളായ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ, ദീനിന്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം അവർക്ക് പഠിപ്പിച്ച് അവരെ ദീനി ഗ്രാഹ്യമുള്ളവരാക്കിയായിരുന്നു മടക്കി അയച്ചിരുന്നത്. ഈ നിലയിൽ നമ്മുടെ മഹാന്മാർ, യൂസുഫ് റഹ്മത്തുള്ളാഹി പോലുള്ള മഹാന്മാർ ആഗ്രഹിക്കുന്നത് ഓരോ വീടുകളിലും മാറി 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 ഈ നിലയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മസൂറാത്തിന്റെ ജമാഅത്തുകൾ വന്ന് തങ്ങണം. അതിനെ നമ്മുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇപ്രകാരം നമ്മുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങളില്ല എന്നുള്ള ചിന്ത ശൈത്താൻ വസ്വാസ് ഇട്ടു തരും. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെട്ടു വരുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യാണ്, നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതിഥിയാക്കി തരണം. അള്ളാഹുവേ എന്റെ വീട് അതിന് പര്യാപ്തമല്ല. ഓരോ സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ വരും, എന്റെ വീട്ടിൽ വരുന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു, എന്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ വാസസ്ഥലം. വന്ന് മുട്ടുകുത്തിയത് അള്ളാഹുവിന്റെ അപാരമായ ശക്തിയുടെ പേരിൽ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിന് മുറ്റത്തായി. അവിടെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ വീടിനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്തെടുത്തു. ഇതിനിടയിൽ ബഹുമാനികളെ നമ്മൾ ആഗ്രഹിക്കുകയാണ്, എന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ടു വരുന്ന ജമാഅത്തുകൾ അത് തങ്ങണം, എന്റെ വീട്ടിൽ ഖൈറാത്തുകൾ ഉണ്ടാകണം, എന്റെ വീട്ടിൽ നിന്നും ബാത്തിൽ നശിച്ചു പോകണം, അതിന് കാരണമാകണം. ഈ നിലയിലുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകണം. ആ മദീന മുനവ്വറയിൽ പ്രകാരം ഓരോ വീടുകളിലും മസൂറാത്തിന്റെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജമാഅത്തുകൾ വന്ന് തങ്ങി ആ വീടുകളുടെ മാറ്റത്തിന് കാരണമായോ, കുട്ടികളുടെ മാറ്റത്തിന് കാരണമായോ, ഇന്നും അതിന്റെ ബറക്കാത്തുകൾ അല്ലാഹു നിലനിർത്തുന്നു. അതേ ബറക്കാത്തുകൾ നമ്മുടെ വീടുകളിലേക്കും തരാൻ അത് കാരണമായി തീരും. ചില സന്ദർഭത്തിൽ നമുക്ക് അവസരം ഉണ്ടാവുകയില്ല ഒരുമിച്ച് കൂട്ടാൻ പറ്റും. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ടു പോയ ചെറിയ മക്കളുണ്ടാവും. ആ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു.
ആ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ആ പുരുഷന്മാർ അള്ളാഹുവിന്റെ വഴി പുറപ്പെട്ട പ്രതിഫലം, ഈ മക്കളുടെ ത്യാഗങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകളുടെ നമ്മൾ ഏറ്റെടുക്കുന്ന ബുദ്ധിമുട്ട്, ഇതിന്റെ എല്ലാം പ്രതിഫലം അള്ളാഹു നൽകാൻ അത് കാരണമായി തീരും. ഈ നിലയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുള്ള ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിത ശൈലി നമ്മുടെ ജീവിതങ്ങളിൽ ആഡംബരത്തിന്റെ, അലങ്കാരത്തിന്റെ ഒരു അധികം അതിൽ ആഹ്ലാദത്തിലാകാതെ ഒരു മധ്യമായ നിലയിൽ ലളിതമായ ജീവിത ശൈലികൾ നമ്മൾ തിരഞ്ഞെടുത്ത് സുന്നത്തായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വന്ന് മക്കളുടെയും കുടുംബത്തിന്റെ തസ്കിയത്തിനും തർബീയത്തിനും കാരണമാകുന്ന അമാലുകളിൽ മുഴുകി തഅലീമിലും ഇബാദത്തിലും തക്ബീറുകളിലും ഇതേ നിലയിൽ ഇസ്തിഗ്ഫാറിലുമായി കഴിഞ്ഞുകൂടണം. പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞിരുന്നു, ഈ മുഴുവൻ ഉമ്മത്തിന്റെയും ഉത്തരവാദിത്തമാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദിത്തം, ദീൻ എത്തിക്കൽ. ഈ ഉമ്മത്തിനെ ഹൈർ ഉമ്മത്തായി അല്ലാഹ് സെലക്ട് ചെയ്തെടുത്തത് തന്നെ ഈ ദീനിന്റെ പരിശ്രമത്തിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അതുകൊണ്ട് ഓരോ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഉത്തരവാദിത്തമാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരാശിയുടെ ഹിദായത്തിന്റെ ഉത്തരവാദിത്തം. ഒന്ന്, ഈ തസ്കീയത്തിന്റെ അമലുകൾ ചെയ്യുന്നതിലൂടെ; രണ്ട്, അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടേണ്ട തക്കാസുകൾ വരുമ്പോൾ പുറപ്പെടുന്നതിലൂടെ; മറ്റൊന്ന്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സ്ത്രീകളെ അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ അവരോട് ദഅവത്ത് ചെയ്യണം, അവരും അള്ളാഹുവിന്റെ അടുക്കണം. പ്രകാരം ആയിഷ അള്ളാഹിനെ പറയുന്ന പോലെ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ നിങ്ങൾ പുരുഷന്മാരോട് പറയണമെന്ന്. അപ്പൊ പുരുഷന്മാരെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള പ്രേരണകൾ ഈ സ്ത്രീകൾ വഴിയായി നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ ദീനിൽ നിന്ന് അകന്നവരാണെങ്കിൽ അവരെ വിട്ടുകളയലല്ല, മറിച്ച് അവരുള്ള സ്ത്രീകൾ വഴിയായി ആ വീട്ടിലെ പുരുഷന്മാരിലേക്ക് ദീനെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ നിലയിൽ ആഴ്ചയിൽ അൽഹംദുലില്ലാഹ് ഇപ്പോ സാധാരണഗതിയിൽ നമ്മുടെ മഹാന്മാർ നമ്മളോട് പറയുന്നത് പ്രകാരം ഓരോ വീടുകളും മദീന മുനവ്വറയിലെ വീടുകൾ പോലെ നമ്മുടെ വീടുകൾ പ്രകാശിക്കണം, ഈമാനികമായ അമാലുകളെ കൊണ്ട് പ്രകാശിക്കണം, അള്ളാഹുവിന്റെ സഹായം ദിവ്യ നുസ്രത്ത് നേരിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാകണം. അതിനുള്ള മറ്റൊരു വഴി നമ്മുടെ മഹാന്മാർ പറയുന്നത് ഇജ്തിമാഇയായ താലീമാണ്, കൂട്ടായിട്ടുള്ള താലീം. അതായത് സാധാരണ ആഴ്ചയിൽ ഒരു ദിവസം പുരുഷന്മാര് പ്രകാരം അവരുടെ പള്ളിയിൽ പൂർണ്ണമായ സമയം കൊണ്ടിരിക്കുന്ന സാധാരണ ഷബ് ഗുസാരി എന്ന് പറയും, രാത്രി ഇഅ്തികാഫിലായി കഴിഞ്ഞുകൂടുന്ന അമല്. ഇതിൽ സ്ത്രീകൾക്ക് അവരോട് പറയാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം ഒരു 30 വീടിന്റെ ഉള്ളിൽ 30-35 വീടിന്റെ ഉള്ളിൽ ഒരു ഇജ്തിമാഇയായ താലീം നടക്കണം. നമ്മുടെ വീട്ടിൽ താലീമും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ആ സമയത്ത് അവിടെ പുരുഷന്മാരുണ്ടാകരുത്. ഒന്നിൽ പുരുഷന്മാർ ബയാനുള്ള സമയത്ത് പുരുഷന്മാർ വന്ന് ഹിജാബിന്റെ പിന്നിലായി താലീം നടക്കണം. ഈ നിലയിൽ നമ്മുടെ ഇജ്തിമാഇയായ താലീം നമ്മുടെ വീടുകളിൽ നടക്കണം. അപ്പൊ ഇജ്തിമാഇയായ താലീം നടക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ഉമ്മ, വിവാഹിതരാണെങ്കിൽ സ്വന്തം മുതിർന്ന പെമ്മക്കൾ, അയൽവാസികൾ, കൂട്ടുകാരികളായ സ്ത്രീകൾ, ഇവര് ദീനുണ്ടോ ഇല്ലാതിരിക്കട്ടെ, ഏതവസ്ഥയിലും അവരെ കൂട്ടി വരികയാണ്. ഈ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തുടർച്ചയായി നമ്മൾ താലീം നടക്കുന്നതിന്റെ പേരിൽ വലിയ മാറ്റത്തിന് കാരണമാകും. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ ക്ലാസ് പങ്കെടുക്കുന്ന ആർക്കെങ്കിലും വീടുകളിൽ താലീം നടക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അവർക്ക് അള്ളാഹു വലിയൊരു അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. അവരുടെ മാനസികമായ ഒരു ഇസ്തിഗ്ഫാർ ചെയ്യണം. എത്രത്തോളം ഒരു വീട്ടിന്റെ ദാർഗുസാരി കേൾക്കാനിടയായി അവര് ഈ വരുന്ന സ്ത്രീകളോട് പറഞ്ഞു, മാഷാ അല്ലാഹ് ഈ വീട്ടിൽ നടക്കുന്ന പോലെ താലീം നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും നടക്കണം, അതാണ് അസ്ല്. അപ്പൊ അതിനെ അൽഹംദുലില്ലാഹ് എന്റെ വീട്ടിൽ താലീം കിതാബുണ്ട്, ആവശ്യക്കാർക്ക് ഞാൻ തരാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാം, 2 രൂപ വെച്ച് തന്നാൽ മതി, ആഴ്ചയിൽ 2 രൂപ വെച്ചിട്ട്. അവസാന സമയം ഇത് തീരുമ്പോൾ പൂർത്തീകരിച്ച രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതിന് എല്ലാ സ്ത്രീകളും, കുറെ സ്ത്രീകൾ കിതാബ് വാങ്ങിച്ചു കൊണ്ടുപോയി. ഒരു ദിവസം ഇങ്ങനെ താലീമെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ അങ്ങനെ തന്നെ ഇരുന്നു. അവരെ എന്താ പോകുന്നില്ലെന്ന് വെച്ചപ്പോ അവര് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് പറഞ്ഞു, നിങ്ങളാണ് എന്റെ മകന്റെ ഹിദായത്തിന് കാരണമായത്. എന്റെ മകൻ ഏറ്റവും മോശമായ അവസ്ഥയിൽ, അനുസരണ ഇല്ലാത്ത അവസ്ഥയിലായെന്ന് എന്നെ ചീത്ത വിളിക്കും, എന്നെ അടിക്കും, എന്നെ ഉപദ്രവിക്കും, എല്ലാ ബുദ്ധിമുട്ടും ചെയ്യുമായിരുന്നു, എനിക്ക് വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ഞാൻ ഉച്ച സമയത്ത് ളുഹർ കഴിഞ്ഞിട്ട് താലീം വായിക്കും, ഈ സമയത്ത് ശബ്ദത്തിലിരുന്ന് വായിക്കും. അപ്പൊ ഒരു ദിവസം മോൻ യാദർച്ഛികമായി ഇങ്ങനെ വന്നു, ഞാൻ താലീം വായിച്ചു കൊണ്ടിരുന്നപ്പോ അവൻ ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ നേരെ പോയി കട്ടിൽ പോയി കിടന്നു. പിറ്റേ ദിവസം താലീം വായിച്ചുകൊണ്ടുമ്പോ അതേസമയം വന്ന് കട്ടിൽ വന്ന് കിടന്നു. 2-3 ദിവസം കഴിഞ്ഞു ഇതേ ദിവസം അവൻ ഇതേ സമയത്ത് വരും. പിന്നെ അവൻ പള്ളി പോകാൻ തുടങ്ങി, തൊപ്പി വയ്ക്കാൻ തുടങ്ങി. പിന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു, ഉമ്മ ഞാൻ ഉപദ്രവിച്ചു, അറിയാത്ത അവസ്ഥയിൽ. ഇനി ഒരിക്കലും എന്റെ ഉമ്മയെ ഉപദ്രവിക്കില്ല, ഞാൻ അള്ളാഹുവിന്റെ വഴി പുറപ്പെടാൻ തയ്യാറായി.
അപ്പൊ എന്റെ മകന് വല്ലാത്ത മാറ്റത്തിലാണുള്ളവൻ. അവൻ അള്ളാഹുമായിട്ട് വലിയ ബന്ധത്തിലാണ്. എനിക്ക് വേണ്ടി ഖിദ്മത്തുകൾ വിട്ടു ജോലികളെല്ലാം അവൻ ചെയ്തു തരുന്നു. ഇത് പറഞ്ഞിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതിന് മാറ്റത്തിന് കാരണമായത് ആരാണ്? നിങ്ങളാണ്. ഈ ജാലി കിതാബ് തന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ആഴ്ചയിലുള്ള ഇസ്തിമായി താലീമ് പ്രകാരം പുരുഷന്മാർക്ക് ആഴ്ചയിലുള്ള ഷബ്ബുസാരി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പേര് ശൈത്താൻ വസ്വാസലും. ഇന്ന ആളാണല്ലോ പറയുന്നത്, ഇന്ന ആളൊക്കെ തീരുമാനിച്ചു പോലെ ഇന്ന കാര്യങ്ങൾ തന്നെ പറയുന്നത്, വേറെ എന്ത് പുതുതായിട്ട് പറയാ? നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ യഥാർത്ഥത്തില് എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. ഇന്നലെ ബാങ്ക് വിളിച്ചതും അല്ലാഹു അക്ബർ തന്നെ. ഇനിയിപ്പോ കുറെ വർഷങ്ങളായി വിളിക്കാൻ തുടങ്ങിയല്ലേ. 2-3 കരിമാന്ന് മാറി ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? എല്ലാരും കൂടെ വരും, വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്തിനാണ് ആരാ ബാങ്ക് വിളിച്ചത്, ആരാ മാറ്റി പറഞ്ഞത്, ആ പ്രശ്നമായിട്ട്. ഇതല്ല അസൽ. എന്തിനാണ് അള്ളാഹു ഈ ബാങ്കിന്റെ തർത്തീബ് ഇങ്ങനെ തന്നിരിക്കുന്നത്? അതായത് അള്ളാഹുവിന്റെ തൗഹീദും ഇതങ്ങളുടെ ശരീഅത്തും ഇതിലൊരു മാറ്റം വരുകയില്ല. ഇതുപോലെ ഈ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ അസൽ കൊണ്ടുവരാനാണ്. ഇന്നയാൾ പറയുന്നു, ഇന്നയാൾ കേൾക്കുന്നു, ഇതല്ല. മറിച്ച് പക്ഷെ നമുക്ക് ഏൽപ്പിക്കുന്ന പുരുഷന്മാർ വഴിയായി ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കലാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തീകരിക്കണം, ഏറ്റെടുക്കണം. 2 മാഷാഅല്ലാഹ് ഇതിന്റെ ആഴ്ചയിൽ നടക്കുന്ന കൂട്ടായുള്ള തഅലീമിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ പുരുഷന്മാരോട് മഹ്റമീങ്ങളോട് പറയണം, ഇന്ന സമയത്തിനെ കൊണ്ട് വിടണം ഇൻഷാ അല്ലാഹ്. ഇതേ മാഷാഅല്ലാഹ് ഏതെങ്കിലും പ്രദേശങ്ങളിൽ അള്ളാഹുന്റെ വഴി വന്ന് പുറപ്പെട്ട മസ്വറാത്ത് ജമാഅത്തുകളുണ്ട്. അവരെ കൂട്ടത്തിൽ നമ്മൾ പകൽ സമയങ്ങളിൽ തങ്ങാനുള്ള ഏർപ്പാടുകൾ, അവരെ കൂട്ടത്തിൽ അമാലിൽ കഴിഞ്ഞുകൂടും. നമ്മുടെ പുരുഷന്മാരുടെ മഷൂറ അവരോട് ആലോചിച്ചുകൊണ്ട് നമ്മൾ തർത്തീബ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രധാനത്തോടുകൂടി ആഴ്ചയിൽ നടക്കുന്ന തഅലീമ് വളരെ പ്രാമുഖ്യത്തോടുകൂടി നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളെല്ലാം ദീനിയാവിലെ പുരോഗതി കാരണമാകും. നമ്മൾ വിട്ടുനയിക്കുന്നതിന്റെ പേരിൽ പലരും മാറി നിൽക്കും. പക്ഷെ നമ്മൾ വരുന്നതിന്റെ പേരിൽ പലരും വരാൻ കാരണമായിട്ട്. അതുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന പെമ്മക്കള്, മറ്റു സ്കൂളുകളിൽ പഠിക്കുന്ന പെമ്മക്കള്, നമ്മുടെ സ്വന്തം മക്കൾ, ബന്ധുക്കള്, അടുത്ത ബന്ധുക്കൾ, ഇവരെല്ലാം വിളിച്ച് നമ്മൾ ഇതിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കി നമ്മൾ ചെയ്യാനുള്ള ഭാഗങ്ങൾ പറയാം. പിന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ സ്വന്തം വാപ്പായോടൊപ്പം അല്ലെങ്കിൽ മുതിർന്ന സഹോദരനോടൊപ്പം വിവാഹം കഴിയാത്തവരാണെങ്കിൽ തന്നെയും വാപ്പാടെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് അല്ലാഹുവിന്റെ വഴി 3, 4 പ്രാവശ്യം 5 പ്രാവശ്യം അല്ലാഹുവിന്റെ വഴി പുറപ്പെടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് പിന്നീട് 10 ദിവസം പോകാനും ജില്ല പോകാനൊക്കെ നമ്മുടെ വിവാഹത്തിന് ശേഷം പോകാൻ എളുപ്പമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ കാര്യമായിട്ട് അള്ളാഹുന്റെ വഴി പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. എത്രത്തോളം നമ്മൾ മാനസികമായി ആഗ്രഹിച്ച് അള്ളാഹ് ദുആ ചെയ്യുമോ അള്ളാഹ് അവസരം ഒരുക്കി തരും. അതിനെ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി നിയത്ത് ചെയ്യും. അള്ളാഹു നമ്മുടെ കുടുംബ പരമ്പരകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പരമ്പരകളെ ലോകത്ത് മുഴുവൻ ഹിദായത്ത് വ്യാപിക്കാൻ നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആ ഖൈർ ഉമ്മത്ത് എന്ന സമുദായത്തിൽ ഉൾപ്പെടുന്ന നിലയിൽ അമലുകളെ മുന്നോട്ട് കൊണ്ടുപോയി സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കൽ, നബികളുടെ സുന്നത്തിലേക്ക് അടുപ്പിക്കൽ, ഈ ലക്ഷ്യത്തോടുകൂടി ജീവിച്ച് മരിക്കുന്ന മറ്റ് ഹറാമായ രീതിയിലോ മറ്റ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥയിൽ അല്ലാത്ത അവസ്ഥയിൽ കലിമ പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിലായോ സ്വന്തം സുജൂദിലായി നല്ല അവസ്ഥയിലായി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നതിൽ മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബാദികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രത്യേകിച്ച് ഈ സിഫാത്തുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായി തഹജ്ജുദിന്റെ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മുഴുവൻ മനുഷ്യരാശിയെയും ഈ അവസ്ഥയിലേക്ക് വരാനും ഹിദായത്തിലേക്ക് വരാനും ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ട ഓരോ ഈമാനുള്ള ആണും പെണ്ണും ദീനിന്റെ ഉത്തരവാദിത്വം